ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം, കിഴങ്ങ് എന്ന് പറയും. കിഴങ്ങ് അതായത് വേറെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് പുഴുങ്ങി തിന്നാൻ സൂപ്പറാണ്. അപ്പം അത് രാവിലെ പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഞങ്ങൾക്ക് കൃഷിവകകളെല്ലാം ഉണ്ട്. കപ്പയുണ്ട്, കാച്ചിലുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കണ്ണൻ ചേമ്പും ചീമച്ചേമ്പും ഉണ്ട്. പിന്നെന്താ, ഇങ്ങനെ കിഴങ്ങ് ഉണ്ട്. എല്ലാ വക കൃഷികളും നമ്മുടെ ആവശ്യത്തിന് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പതിവില്ല. എല്ലാം നമുക്ക് നമ്മുടെ പറമ്പിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ കിഴങ്ങുകളും കളച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് മോൾക്ക് ആവശ്യത്തിന് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അപ്പോൾ ശരി, കാണാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ്, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്നെടുത്ത കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട, ഇതിൻ്റെ വേറെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ചെറുതും വലുതുമായിട്ട് ഉള്ള ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇപ്പോൾ കളച്ചുകൊണ്ടുവന്ന് അത് മുറിഞ്ഞ പാടാണ്. ഇത് കളച്ചു കൊണ്ടുവന്ന് വെച്ചതിനകത്ത് ഞാനിപ്പോൾ കുറച്ചൊക്കെ മാറ്റി വെച്ചാൽ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചെത്തി, ഇതിന് ഭയങ്കര വഴുക്കലൊക്കെ ഉള്ളതാണ് കണ്ടോ. ഒന്ന് ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി നമ്മളത് അടുപ്പിലിടും. ഇത് ഇങ്ങനെ പൊളിക്കാനാണ് കുറച്ചുകൂടെ എളുപ്പമേ. പക്ഷേ ഇടയ്ക്കിടയ്ക്കെല്ലാം വേരുള്ളത് കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ്. അല്ല, വേര് കുറവുള്ളതാണെങ്കിൽ എളുപ്പം നന്നായിട്ട് പൊളിഞ്ഞു വരും. ചെത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതാണ് കളച്ചിട്ടേക്കുന്നത്. മോക്ക് കൊടുത്തു ആവശ്യത്തിന്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കുള്ളത് ഇട്ടേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് ഞാനിത്. അപ്പോൾ ഇത് ഷുഗറുള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ചേമ്പ് കഴിക്കാൻ പറ്റില്ല, കപ്പ, പിന്നെ ചേമ്പ്, കാച്ചിൽ, ഈ കിഴങ്ങ് വർഗ്ഗം, കണ്ണൻ ചേമ്പ്, ചീമച്ചേമ്പ് ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അവർക്കൊക്കെ ഇത് കാണാമെന്ന് മാത്രമല്ല. അവർക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചേന മാത്രമാണ് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ അല്ലെ കപ്പ വാട്ടി ഉണങ്ങണം, അത് മാത്രമേ അവർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്കിത് കാണാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എല്ലാം ചെത്തി കഴുകി നടുവേ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. എളുപ്പം വേകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇനി നമ്മൾ കാന്താരി സംബന്ധിയാണ് ഉണ്ടാക്കുന്നത്. കാന്താരി നമ്മുടെ പറമ്പിലെ തന്നെയാണ്. ആവശ്യത്തിന് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊളിച്ച് നമ്മളിനി മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോകും. അപ്പോൾ ആവശ്യത്തിന് ഉള്ളി, കാന്താരി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജാറിലേക്ക് ഇടുകയാണ്. നമ്മുടെ പറമ്പിലെ തന്നെ കാന്താരി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പുഴുക്ക് റെഡിയായി, വെന്തു. കണ്ടോ, ഒന്ന് കറങ്ങിയപ്പോഴത്തേക്ക്, ഒന്ന് കറക്കിയതേ ഉള്ളപ്പോഴത്തേന് അരഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്യണം. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് തൈരും ചേർത്ത് മിക്സ് ചെയ്യാൻ നല്ലതാണ്. ചോറ് തിന്നാനൊക്കെ സൂപ്പറാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് വിളമ്പാം. അപ്പം പുഴുക്കിയ പാത്രത്തിലേക്ക് എടുത്തു. അടുത്ത് നമ്മൾ കാന്താരി സംബന്ധി അതിലേക്ക് ഒഴിച്ചു. അടുത്ത് നമ്മൾ മീൻകറിയാണ്. ഇതൊരു വാളക്കറിയാണ്, വാള. അപ്പം നമ്മൾ വാളക്കറി എടുക്കൊണ്ടിട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ പുഴുക്ക് കാന്താരി സംബന്ധിയൊക്കെ കൂട്ടി തിന്നിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന് ഒരു മധുരമാണ് കിഴങ്ങിന്. അപ്പം കാന്താരി സംബന്ധിയൊക്കെ കൂട്ടി തിന്നാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ എല്ലാവരും.